ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ അവിടെ ബാക്ക് കാണുന്നുണ്ടാവും ഗിറ്റ് ആണെന്ന് നോക്കാമോ. അതായത് ദിസ് വീഡിയോ ഡിസ്കസിങ് അബൌട്ട് ഓൾ ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഗിറ്റ്. യു തിങ്ക് മൈ previous video is GitHub, but this is GitHub and Git are similar thing peoples are there. അതായത് ഗിറ്റപ്പും ഈ ഗിറ്റും സെയിം ആണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ബട്ട് ഇതിനൊന്നും സെയിം അല്ല. ബട്ട് ഗിറ്റും തമ്മിൽ ചെറിയ ബന്ധങ്ങളുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗിറ്റപ്പിനെ കുറിച്ച് ഇൻസ്റ്റാളേഷനും ഡിലീഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് കോഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ആടെ നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ലിങ്ക് ജനറേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പിന്നെ നമുക്ക് ആ ഒരു കോഡ് പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു നെഗറ്റീവായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു നെഗറ്റീവ് നമുക്ക് ഈ ഒരു ഗിറ്റ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോഡ് അപ്ഡേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഈ ഒരു ഗിറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഗിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇതിൻ്റെ തൊട്ടടുത്ത്, അതായത് എന്നാൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടായിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഗിറ്റിൻ്റെ പാർട്ട് തന്നെ വരും. അതായത് അതിൻ്റെ അകത്ത് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു വീഡിയോ. അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അത് ആർക്കൊക്കെ യൂസ് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗിറ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൂടുതൽ ടൈമൊന്നുമില്ല. ഞാൻ ഈ ഗിറ്റ് പഠിച്ചെടുക്കാൻ തന്നെ 10 വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് ഗിറ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു വീഡിയോ ആണ് ഇങ്ങോട്ട്, അതായത് ഒരു ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള ഒരു കാര്യങ്ങളാണ് അടുത്ത വീഡിയോ ഞാൻ പറയാനായിട്ടുള്ളത്. ആ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ ടൈമില്ല, കൂടുതൽ ടൈം എടുക്കുമെന്ന് വെച്ചിട്ട് മാറ്റി വെക്കുന്നവർക്ക് വേണ്ടിയാണ് ആ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഓവറായിട്ട് ഞാനൊന്നും പറയില്ല, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഈ ഗിറ്റ് എന്തിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് ഗിറ്റപ്പിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു കോഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഗിറ്റിലൂടെ എടുത്തിട്ട് VS കോഡിലൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് കോഡ് എഡിറ്റ് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുന്നെങ്കിലും പുതിയ കോഡ് ആഡ് വേണ്ടി അതും ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഗിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരാളുടെ കോഡ്, അതായത് നമുക്ക് ഗിറ്റ് ടൂളിൽ തരുന്ന ഒരു ടാസ്ക് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേഴ്സണൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗിറ്റപ്പിലൂടെ കോഡ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു വിധത്തിലൊക്കെ ഈ ഒരു ഗിറ്റിനെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഗിറ്റപ്പ് കുറേ കോഡുകളുണ്ട് പബ്ലിക് ആക്കി വെച്ചാൽ, ആ ഒരു കോഡൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ആപ്പ് ഒന്നും ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് പറ്റും. പിന്നെ ഈ ഗിറ്റിന് ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യില്ല, ഏത് ലാംഗ്വേജിലുള്ളവർക്കും ഗിറ്റ് പഠിച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഗിറ്റ് അറിയുന്നവർക്ക് ചില പ്രത്യേക കമ്പനി കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ലാണ് ഗിറ്റ്. അതുകൊണ്ട് ഗിറ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ടൈമുള്ളവർക്ക് എന്ത് ചെയ്യുക, ആ പ്രോട്ടോടൈപ്പിൻ്റെ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് കുറേ വീഡിയോസ് ഉണ്ട്, കുറേ ടൈം എടുക്കുന്ന 2 ദിവസമായിട്ട് ഇട്ടിട്ടാണ് പഠിച്ചെടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് അടുത്ത വീഡിയോ എഴുതാനുള്ളത്. ആ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു അരമണിക്കൂർ വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ആ വീഡിയോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഗിറ്റപ്പിലൂടെ ആക്കുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഒരു വെബ്സൈറ്റിനെ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഗിറ്റിലൂടെ അങ്ങോട്ടേക്ക് കോഡ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്, അതായത് ഇംപ്ലിമെന്റ് ചെയ്ത കോഡ് ആർക്കൊക്കെ പുഷ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് നമ്മൾ ആ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടക്കൂട്ട് നമ്മൾ പല സ്റ്റെപ്പും പറഞ്ഞുതരും. അതായത് ഒരു എക്സാമ്പിളിന് ഗിറ്റ് ഇനിറ്റ്, ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് കുറേ ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഇടക്കൂട്ട് ഞാൻ പറയുക. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ഇപ്പോൾ ആ ഒരു വീഡിയോ പോകുന്നുണ്ടാകുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ആ ഒരു ഗിറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ അത് അങ്ങനെ ഗിറ്റപ്പിലൂടെ പബ്ലിക്, അതായത് ഒരു അപ്ഡേറ്റ് ഒക്കെ വരുത്താൻ പറ്റുന്ന വിധത്തിൽ ഹോസ്റ്റ് ചെയ്യാന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ, അതായത് ഈ ഒരു വീഡിയോ ആർക്കൊക്കെ ഷെയർ ചെയ്യുക, ഗിറ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.
അപ്പോൾ ഇത്രയും ഈ ഒരു വീഡിയോ പറയാനായിട്ടുള്ള. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.